ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രസ്മലായി എന്ന സ്വീറ്റ് ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, വളരെ ടേസ്റ്റുള്ള ഒരു ഡിഷുമാണ്. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് 3 ലിറ്റർ പാലാണ്. ഒരു 3 ചെറുനാരങ്ങ നീരെടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പഞ്ചസാര മുഴുവനും ഉപയോഗിക്കുന്നില്ല. പിന്നെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്കായ, 3 ഏലക്കായ പൊടിച്ചതും എടുത്തിട്ടുണ്ട്. മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ആദ്യം നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 4 കപ്പ് പാല് ആണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാൽ അടിയിൽ പിടിച്ച് പോവോ കരിഞ്ഞു പോവൊന്നും ചെയ്യാതിരിക്കാനാണ് നല്ല കട്ടിയുള്ള പാത്രം എടുക്കണമെന്ന് പറഞ്ഞത്. നമുക്ക് ഈ പാല് പിരിച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഈ പാലിനെ പിരിച്ചെടുക്കണം. പാൽ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ കുറച്ചതിന് ശേഷം നമുക്ക് ഈ തിളച്ച പാലിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ചെറുനാരങ്ങയുടെ നീരെടുത്തേ ഉള്ളൂ. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് പാല് പിരിയുന്നത് വരെ ആവശ്യമായത് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് വേണം ചെറുനാരങ്ങ നീര് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾക്ക് വീട്ടിൽ പനീർ ഉണ്ടാക്കുന്നതും ഇതേപോലെ തന്നെയാണ്. നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. പാലിപ്പോൾ പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 4 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചിട്ടുള്ളത്. നാല് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചപ്പോൾ പാല് നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. അരിക്കുമ്പോൾ നമുക്കിത് ഇതേപോലെ കിട്ടും. ഇത് നമുക്കിനി ഒരു തുണിയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകി എടുക്കണം. ഇതിലെ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ കളയണം. പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട്. ഞാനൊരു തുണി വെച്ചിട്ട് അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി കഴുകിയെടുക്കണം. നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്തതുകൊണ്ട് ആ ചെറുനാരങ്ങ നീരിൻ്റെ പുളി ചിലപ്പോൾ ഇതിലുണ്ടാകും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി നമുക്കിത് നന്നായി പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം. നന്നായി തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം. ആ തുണി വെച്ച് തന്നെ നമുക്കിത് ടൈറ്റാക്കി പിഴിഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ കൈകൊണ്ടോ പിഴിഞ്ഞെടുക്കാം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല.
ഇതിൽ വെള്ളമുണ്ടെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ബോളുകൾ ഉണ്ടാക്കുമ്പോൾ ആ ബോളുകൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഞാനിത് ആ തുണി വെച്ച് തന്നെ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കൈകൊണ്ട് കൂടെ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളത്തിൻ്റെ അംശം മുഴുവനും മാറ്റാൻ നോക്കിയിട്ട് അത് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റാണ്. ഇത് മുഴുവനും വെള്ളം ഇതാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് കുഴയ്ക്കണം. ഇത് തൊടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തോന്നുമെങ്കിലും നന്നായിട്ട് നമ്മൾ നല്ല പോലെ കുഴച്ച് നന്നായി സോഫ്റ്റാക്കി എടുക്കണം. കാരണം ഇത് നമ്മൾ കുഴയ്ക്കുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ബോളിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവുക. നമ്മൾ നന്നായി കുഴച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ബോൾ സോഫ്റ്റ് ഇല്ലാതെയായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്കത് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ തോന്നും, പക്ഷേ എന്നാലും നന്നായിട്ട് കുഴയ്ക്കണം. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കണം. ബോളുകളാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കണം. മേലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിത് ചെയ്തത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഇത് ഒന്ന് ബോളാക്കി ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാനേ പാടുള്ളൂ മുകളിൽ. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ നല്ല കറക്റ്റാക്കി എടുക്കുക. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കുഞ്ഞു ബോളുകളായിരിക്കണം ഉണ്ടാക്കേണ്ടത്. കാരണം ഇത് നമ്മൾ വേവിക്കുമ്പോൾ ഇത് നന്നായി വലുതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വലിയ ബോളുകൾ ഉണ്ടാക്കിയാൽ ഒരുപാട് വലുപ്പത്തിലായി പോകും ഇത് വേവിച്ച് വരുമ്പോൾ. അതുകൊണ്ട് കുഞ്ഞു ബോളുകളാക്കുക. നമ്മൾ കുഴച്ച് അപ്പം തന്നെ ബോളുകളാക്കാനും ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതിങ്ങനെ സൈഡൊക്കെ പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. എൻ്റെ വീഡിയോയുടെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. അങ്ങനെ നമ്മളെല്ലാ ബോളുകളും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് പഞ്ചസാര പാനിയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഞാൻ 3/4 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട്, 1/2 കപ്പ് നിറയില്ല, ഒരു 1/4 കപ്പിന് കുറച്ച് കൂടുതൽ അത്രയും വെള്ളമാണ് എടുത്തിട്ടുള്ളത്.
അത്രയും എടുത്തിട്ട് ഞാൻ പഞ്ചസാര പാനി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനടുത്ത് തന്നെ നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് അതിൽ 3 കപ്പ് പാലൊഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാല് നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളെ പഞ്ചസാര പാനി ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബോളുകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര പാനി ഉണ്ടാക്കുന്ന പാത്രം നമ്മളുണ്ടാക്കിയ ബോൾ കുറച്ച് വലുതാവും, എന്തായാലും വേവുമ്പം. അതിനനുസരിച്ച് കുറച്ച് വലിപ്പമുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് വേവാൻ തുടങ്ങുമ്പോൾ ഇത് ഈ പാത്രത്തിൽ കൊള്ളാതെ വരും, ചിലപ്പം വലുതായി കഴിയുമ്പോൾ. 3/4 കപ്പ് പഞ്ചസാരയും ഒരു 1/2 കപ്പിനടുത്ത് വെള്ളവുമാണ് ഞാൻ ഈ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് പാല് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. തീ കുറച്ച് വെച്ച് നമുക്ക് ആ പാല് കുറുക്കിയെടുക്കാം. ഇതിൽ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോളുകളൊക്കെ നന്നായി വലുതായിട്ടുണ്ട്. പഞ്ചസാര പാനിയിൽ കിടന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, പാത്രം നിറയെയായി. അത് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര പാനി ഉണ്ടാക്കുന്ന പഞ്ചസാരയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എല്ലാം നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് എടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് എടുത്തു മാറ്റണം. ഇതെല്ലാം നമ്മൾ എടുത്തു മാറ്റണം. അത് എല്ലാം കൂടെ ഒന്നിച്ച് എടുക്കാൻ ശ്രമിക്കരുത്, കാരണം അത് ചിലപ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ട് വളരെ സാവധാനമൊക്കെ എടുത്തു മാറ്റുക. ഇത് നന്നായി തണുക്കാൻ വെക്കണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള പാലിലേക്ക് മിക്സ് ചെയ്യുന്നത്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ പാല് ഏകദേശം കുറുകി നന്നായി വറ്റിയിട്ടുണ്ട്. ഞാൻ 3 ഗ്ലാസ് പാലായിരുന്നു തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1-1.5 ഗ്ലാസിൻ്റെ അടുത്തേക്ക് അത്രയും കുറുകിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ കുറുകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറുക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ്
പഞ്ചസാര എടുത്ത് വെച്ചിരുന്ന ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഞാനിതൊരു 1/2 കപ്പ് പഞ്ചസാരയായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് പഞ്ചസാരയാണ് ഞാൻ മൊത്തത്തിൽ അളവ് എടുത്ത് വെച്ചത്. പക്ഷേ അതിൽ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ പാലിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് പഞ്ചസാര കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർക്കാം. ഞാനൊരു മീഡിയം മധുരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നന്നായി തണുത്തതിന് ശേഷം ആ ബോളുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാവൂ. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ബോളുകളെല്ലാം ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. 1-2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. നമ്മൾ കയ്യിലിട്ട് ഇളക്കുമ്പോഴൊക്കെ അത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. നമ്മുടെ രസമലായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി തണുക്കാൻ വയ്ക്കണം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇതിപ്പോൾ കുറച്ച് സമയമായി തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബദാം പൊടിച്ചത് അല്ലെങ്കിൽ പിസ്ത പൊടിച്ചതോ കുങ്കുമപ്പൂവും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. ചൂടോടുകൂടെ പിസ്തയോ ബദാമോ ഒന്നും ചേർക്കരുത്, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ പിസ്ത പൊടിച്ചതോ ബദാമോ ഒന്ന് ക്രഷ് ചെയ്തിട്ടാൽ മതി. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. താങ്ക് യു.